നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് എതിരാളികൾ പിച്ചി ചീന്തിയ ഒരു മുന്നേറ്റ നിരയുണ്ടായിരുന്നില്ലേ FC ബാഴ്സലോണക്ക്? ആരും കൊതിക്കുന്നൊരു മുന്നേറ്റ നിര. MSN, ലിയോ മെസ്സിയും ലൂയി സുവാരസും നെയ്മർ ജൂനിയറും ചേർന്നുണ്ടാക്കിയ കൂട്ടുകെട്ട്. അവർ നേടാത്ത കിരീടങ്ങളില്ല. എതിരാളികളെ അവർ തകർത്ത് തരിപ്പിടമാക്കുന്നത് എത്ര മനോഹരമായിട്ടായിരുന്നു. ആരാധകർ അതൊക്കെ ആഘോഷിച്ചിരുന്നു. അതുപോലൊരു മുന്നേറ്റ നിര വീണ്ടും ബാഴ്സയുടെ നിരയിൽ ഉയർന്നു വരുമ്പോൾ ആരാധകർക്ക് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് റയലിനെ കണ്ടാൽ അവർക്ക് ഒന്നുകൂടി കലി ഇളകും. ഇപ്പോൾ ഇന്നലത്തെ കളി മാത്രം നോക്കുക. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം. ലാമിൻ യമാലിൻ്റെ വക ഗോൾ, റോബർട്ട് ലെവൻഡോസ്കിയുടെ വക ഗോളും അസിസ്റ്റും, റാഫിഞ്ഞയുടെ വക ഇരട്ട ഗോളുകളും അസിസ്റ്റും. ബാഴ്സലോണയുടെ ഫ്രണ്ട് ത്രീ റയൽ മാഡ്രിഡിനെ കുക്ക് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ സീസണിൽ 2 കളികളിലാണ് ഈ 3 പേർ ഒരുമിച്ച് ഗോൾ അടിച്ചിട്ടുള്ളത്. അതായത് റാഫിഞ്ഞയും ലാമിൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും ഒരുമിച്ച് ഗോളുകൾ അടിച്ചിട്ടുള്ളത് 2 കളികളിലാണ്. അതിൽ ആദ്യ കളി നിങ്ങൾക്ക് ഏതെന്നറിയാമോ? ഒക്ടോബർ 26 രാത്രി സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് ബാഴ്സലോണ റയലിന് പഞ്ഞിക്കിട്ട രാത്രി. അന്ന് 4-0 ബാഴ്സ വിജയിക്കുമ്പോൾ ലെവൻഡോസ്കിയുടെ വക ഇരട്ട ഗോളുകളും റാഫിഞ്ഞയുടെയും യമാലിൻ്റെയും വക ഓരോ ഗോളുകളുമായിരുന്നെങ്കിൽ ഇവിടെ സൗദി അറേബ്യയിൽ ഹാഫ് ടൈം ആകുമ്പോഴേക്കും 4 ഗോളുകൾ അടിച്ച് കയറ്റിയിരുന്നു റയലിൻ്റെ വലയിലേക്ക്. അതിൽ റാഫിഞ്ഞയുടെ വക ഒരു ഗോള്, ലെവൻഡോസ്കിയുടെ വക ഒരു ഗോള്, യമാലിൻ്റെ വക ഒരു ഗോള്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വീണ്ടും റാഫിഞ്ഞ ഗോളടിച്ചു, ഇരട്ട ഗോളുകളാക്കി. സോ അന്ന് ഏതു തരത്തിലുള്ള പ്രകടനമാണോ മെസ്സിയും സുവാരസും നെയ്മറും ചേർന്നുകൊണ്ട് ബാഴ്സലോണക്ക് സമ്മാനിച്ചിരുന്നത്, അതുപോലുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ ആരാധകർ അവരിൽ നിന്ന് സ്വപ്നം കാണുന്നത്. ലലീഗയുടെ ടോപ്പ് സ്കോറർ ലിസ്റ്റൊക്കെ എടുത്ത് നോക്ക്. ഒന്നാമത് ലെവൻഡോസ്കി 16 ഗോളുകൾ, രണ്ടാമത് റാഫിഞ്ഞ 11 ഗോളുകൾ. അസിസ്റ്റ് ലിസ്റ്റ് എടുക്കുക. ഒന്നാമത് യമാൽ 9 അസിസ്റ്റ്, റാഫിഞ്ഞ രണ്ടാമത് 6 അസിസ്റ്റ്. യെസ്, ഈ ത്രയം MSNൻ്റെ അതേ പ്രഹരശേഷിയിലേക്ക് മാറുന്നു എന്ന് ബാഴ്സ ആരാധകർ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.